പാലക്കാട് നെല്ലിയാമ്പതിയിൽ യുവാക്കൾക്കു നേരെ ഒറ്റയാന്റെ പരാക്രമം. വടക്കഞ്ചേരി സ്വദേശികളായ സുഗുണൻ, സുൽഫിക്കർ എന്നിവർക്ക് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. നല്ല മഴയുള്ളത് കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് മെല്ലെ സൈഡിലൂടെ അപ്പുറം കിടക്കാമെന്ന് വിചാരിച്ച് പോകുന്നതായിരുന്നു. പക്ഷെ അപ്പോഴേക്കും പെട്ടെന്ന് കൊമ്പൻ ഇറങ്ങുമായിരുന്നു. പിന്നെ വണ്ടി തിരിക്കാനുള്ളൊരു സാഹചര്യവും സമയം കിട്ടിയില്ല. അപ്പോൾ പിന്നെ ആ ടൈമിൽ അവിടെ നിന്ന്, പക്ഷേ കൊമ്പൻ അങ്ങോട്ട് പോകാതെ നേരെ ഞങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വരുമായിരുന്നു. പിന്നെ വണ്ടി അവിടെ ഇട്ട് ഞങ്ങൾ ഓടി. ഗോകുൽ വീശുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ഗുഡ് മോർണിംഗ്. രൂക്ഷമായ സാഹചര്യം നമ്മുടെ ജനവാസ മേഖലയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അതിരൂക്ഷം എന്ന് വേണം പറയാൻ. ഭയപ്പെടുത്തുന്നതാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അത് എന്താണ് അവർ പറയുന്നത്, ഈ ചെറുപ്പക്കാർ? ഇത് നെല്ലിയാമ്പതി ചുരത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇത് ഇരുഭാഗവും കാടും അതിനിടയിലൂടെ നമ്മൾ ചുരമിറങ്ങി വരുന്ന ആ പാതയാണ്. അവിടെ വെച്ചാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഒരുപാട് വിനോദസഞ്ചാരികൾ പോകുന്ന ഒരു വഴി കൂടിയാണ് ഇതെന്ന് ഓർക്കണം. അവിടെ വെച്ചാണ് വടക്കഞ്ചേരി സ്വദേശികളായ സുഗുണനും സുൽഫിക്കറിനും നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. ഇവർ വാഹനത്തിൽ വരുമ്പോൾ ഈ വളവിന് സമീപം എത്തിയപ്പോൾ അവിടെ വെച്ച് ഈ കാട്ടാനകളെ കാണുന്നു. അപ്പോൾ ഈ കൊമ്പൻ ഉണ്ടായിരുന്നില്ല, മറിച്ചൊരു പിടിയാനയും ഒരു കുട്ടിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായി വാഹനം സൈഡിലേക്ക് ഒതുക്കി ഏത് വഴി ഇനി പോകാൻ കഴിയുമെന്ന് നോക്കി. അതിനിടയിലാണ് പെട്ടെന്ന് കൊമ്പൻ സമീപത്ത് നിന്ന് പാഞ്ഞ് ഇവരുടെ അടുത്തേക്ക് വന്നത്. സ്വാഭാവികമായി വണ്ടി തിരിക്കാനൊന്നുമുള്ള സമയമില്ല, കാരണം പെട്ടെന്നാണ് വരികയാണ്. അങ്ങനെ ഇരുവരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ അല്പസമയം ചാർജ് ചെയ്തതിനു ശേഷം ആന തിരികെ പോയി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ രണ്ട് യുവാക്കൾക്കും അപകടമൊന്നുമില്ലാതെ അവർക്ക് രക്ഷപ്പെടാൻ വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. രണ്ടാൾക്കും അപകടമൊന്നും പറ്റിയില്ല. എളുപ്പത്തിൽ ഓടി മാറാനും കഴിഞ്ഞു എന്നത്. ആന വളരെ വേഗത്തിൽ ഓടുന്നൊരു മൃഗമാണ്. പിന്നാലെ ഓടിച്ച സംഭവം നമ്മൾ ഇന്നലെയും കണ്ടു വയനാട്ടിൽ. അതുപോലെ ഏതായാലും ചെറുപ്പക്കാർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് ആശ്വാസം.